പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ഉണ്ട്. ഇവർ 1-2 ഐറ്റംസ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാൻ വന്നതാണ്. അപ്പൊ എങ്ങനെ നോക്കല്ലേ വരും? 4 പേര്. ഇഷാമേർ. കുബാവ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടോ. പക്ഷെ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. പേര് എഴുതിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്താലേ നമുക്ക് ഉള്ളിൽ കയറാൻ കഴിയും കേട്ടോ. അത്രയും തിരക്കാണ് കേട്ടോ ഇവിടെ. ഫുഡ് കിട്ടാത്ത ദേശത്തിലുള്ള അവിടെ ഒരാളുണ്ടല്ലോ, ഗ്ലാസ് ഒക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടോ. അങ്ങനെ കാത്തിരിപ്പിനോടില്ല നമ്മളെ ഫുഡ് എത്തിയ കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ബീഫും ഹണി ഫയറും അൽഫസ്ലൂഫും ആണ് കേട്ടോ. ബ്ലാക്ക് ബീഫ് ഇതാണ് കേട്ടോ ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം. നല്ലപോലെ സ്ലോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള കിഡ്ലൻ ബ്ലാക്ക് ബീഫ്. പിന്നെ അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹണി ഫയർ, നല്ല എരിവും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കിഡ്ലൻ ഐറ്റം. പിന്നെ നമ്മുടെ കുബാബ സ്പെഷ്യൽ ആയിട്ടുള്ള അൽഫസ്ലൂഫും. അപ്പൊ ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാല്ലേ. ഒരുപാട് സമയം സ്ലോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ് തന്നെയാണ് കേട്ടോ ഇത്. കുബാബയിലെ മന്തി റൈസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആണ് കേട്ടോ. ആ ഒരു മന്തി റൈസിന്റെ കൂടെ ഈ ഒരു ബ്ലാക്ക് ബീഫും കൂടി കൂട്ടി നല്ലോണം മിക്സ് ചെയ്ത് കഴിക്കുന്നേരണ്ടല്ലോ, വേറെ ലെവലാണ് കേട്ടോ. അത്രക്കും ടേസ്റ്റ് ആണ്. ഹണി ഫയറിന്റെ ആ ഒരു ക്രീമൊക്കെ ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ വേറെ തന്നെ ലെവലാണ് കേട്ടോ. ഒരു പീസ് ചിക്കനൊക്കെ കൂട്ടി ആ ഒരു റൈസ് കൂടി കൂട്ടി കഴിക്കുന്ന നേരം വേറെ ലെവലായി കിട്ടോ. ഇനിയിപ്പോ അൽഫസ്ലൂഫ് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അത്രക്കും ടേസ്റ്റ് ആണ് നമ്മുടെ അൽഫസ്ലൂഫിനും. ഇനി നിങ്ങളിപ്പോ അടുത്ത പ്രാവശ്യം കുബാവ വിസിറ്റ് ചെയ്യുന്ന നേരം ഇവിടുത്തെ ഹണി ഫയറും ബ്ലാക്ക് ബീഫും ഒക്കെ ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. അപ്പൊ നമ്മുടെ കുബാബന്റെ ലൊക്കേഷൻ വരുന്നത് സ്റ്റേഡിയം ജംഗ്ഷന്റെ പുതിയ റേക്ക് പോകുന്ന ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ.